الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. പ്രിയ മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 214 വീഡിയോ. ഇതിൽ എടുക്കുന്നത് സൂറത്തു സൽസലത്ത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുന്ന സൂറത്താണ്. ഇത് മദീനയിൽ അവതരിച്ച സൂറത്താണ്. മുൻകഴിഞ്ഞ സൂറത്തുകളെല്ലാം മക്കയിൽ അവതരിച്ച സൂറത്താണ്. അതിൽ ബയ്യിന സൂറത്ത് ഒഴികെയുള്ള എല്ലാ സൂറത്തുകളും മക്കയിൽ അവതരിച്ചതായിരുന്നു. ഇതിന്റെ മുമ്പെടുത്ത ബയ്യിന സൂറത്തും ഈ സൽസല സൂറത്തും മദീനയിൽ അവതരിച്ചതാണ്. ഇതിലുള്ള ആയത്തുകൾ 8. സൂറത്തു സൽസല മക്കിയായ സൂറത്തിനോട് സാമ്യമുണ്ട് പല കാര്യങ്ങളിലും. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ഭീകര സംഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഭൂമി പ്രകമ്പനം കൊള്ളുക എന്ന് പറഞ്ഞാൽ വിറച്ചുകൊണ്ടിരിക്കുക. അത് ശക്തിയായ നിലക്കാണുള്ളത്. പിന്നെ പർവ്വതങ്ങളെല്ലാം എന്നുള്ള അവസ്ഥയിൽ നിന്ന് തെറ്റി ഉറച്ച പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ വളരെയധികം അസാധാരണമായ പല സംഭവങ്ങളും ഉടലെടുക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ. ആ സമയത്ത് മനുഷ്യൻ ചോദിച്ചു പോവാണ്, എന്താണ് ഭൂമിക്ക് പറ്റിയത്? ഭൂമി അന്നേ ദിവസം എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഭൂമിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ, നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഭൂമുഖത്ത് വെച്ച് ജനങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം എടുത്തു പറയും. പിന്നെ ഭൂമിയുടെ അന്തർഭാഗത്ത് ഒളിഞ്ഞുകിടക്കുന്ന സ്വർണം, വെള്ളി പോലെയുള്ള വിലപിടിക്കുന്ന വസ്തുക്കൾ പോലും അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരും. നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകൾ നിക്ഷേപിച്ചതല്ല. അല്ലാഹു തആല ഭൂമിയെ പടക്കുമ്പോൾ അതിലെ പല കാര്യങ്ങളും വളരെ വിലപിടിപ്പുള്ള, വളരെയധികം മനുഷ്യന് ഉപയോഗപ്രദമായ പല കാര്യങ്ങളും അതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലെ വിട്ടതാണ് സ്വർണത്തിൻ്റെ അയിരുകൾ, ഇരുമ്പയിരുകൾ പോലെയുള്ള കണ്ടമാനം റിസോഴ്സസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളൊക്കെ ഈ ദിവസത്തിൽ പുറത്തേക്ക് വരും. അപ്പൊ ഇങ്ങനെ പല ആശ്ചര്യകരമായ പല ഭീകര സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോവാണ്, ഭൂമിക്ക് എന്ത് പറ്റി. എന്നാൽ ഭൂമി അതേ സമയത്ത് അവിടെ പറയാണ്, ഭൂമിയിൽ വെച്ച് മനുഷ്യർ ചെയ്ത നന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ ഭൂമി എടുത്തു പറയും. ഇത് എടുത്തു പറയുന്നത് ഭൂമി നിന്റെ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച്, കൽപ്പിച്ചതനുസരിച്ചാണ് ഭൂമി ഇതെല്ലാം എടുത്തു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, നിങ്ങളുടെ രക്ഷിതാവ് കൽപ്പിച്ചതനുസരിച്ചാണ് ഭൂമി ഇതെല്ലാം പറയുന്നത്. ഞാൻ ഈ ആയത്തുകൾ മുഴുവനായി വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും
ومن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇങ്ങനെ 8 ആയത്തുകളാണ്. ഈ ഇതിലുള്ള മൊത്തം ഒരു ചെറു വിവരണമാണ് മൊത്തത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ഓരോ ആയത്തിൻ്റെയും മീനിങ്ങും അതിൻ്റെ ആശയവും പറയാം. ഇതാ സുൽസലത്തിൽ അർളു, ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ, ഇതാ സുൽസലത്തിൽ അർളു ശക്തിയായിട്ട് ഭൂമി വിറകൊള്ളുക അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളുക. ഇതാ സുൽസലത്തിൽ അർളു സിൽസാലഹ. വാഹ്റജത്തിൽ അർളു, ഭൂമി പുറത്തേക്കെടുക്കുക, പുറത്താക്കുക. അസ്കാലഹ, അതിൻ്റെ ഭാരങ്ങൾ. അതിൻ്റെ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പല നിക്ഷേപങ്ങളുമുണ്ട്, പല വസ്തുക്കളുമുണ്ട്. മനുഷ്യന് ഉപകാരപ്രദമായ പല വസ്തുക്കളുണ്ട്, വിലപിടിപ്പുള്ള സാധനങ്ങൾ. സ്വർണമാവട്ടെ, വെള്ളിയാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള റിസോഴ്സുകൾ, പിന്നെ മാദിൻ എന്ന് പറയാം റബിയിൽ. ഇതിനെല്ലാം പുറത്തേക്കെടുക്കും. മാത്രമല്ല മരിച്ചുപോയ ആളുകൾ, കബറടക്കപ്പെട്ട ആളുകൾ എല്ലാവരെയും പുറത്തു കൊണ്ടുവരും. ലോകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ, അവസാന ദിവസം വരേക്കും ഖബറിൽ ആയ ആളുകളൊക്കെ അവരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. അഖ്റജത്തിൽ അർളു അസ്കാലഹ. എന്നിട്ട് കാലൽ ഇൻസാനും മാലഹ, കാലൽ ഇൻസാനും മനുഷ്യൻ പറഞ്ഞു പോവും, മാലഹ, ഈ ഭൂമിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു പോകും. കാലൽ ഇൻസാനു മാലഹ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അന്നേ ദിവസം ആ ഭൂമി പറയും, അഖ്ബാറഹ, അതിൻ്റെ ചരിത്രങ്ങളൊക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് പറയും. ഈ എന്താണ് പറയുക എന്നുള്ള കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ എന്താണ് പറയുക എന്ന് ഭൂമിയുടെ അഖ്ബാറിനെ സംബന്ധിച്ച്? യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, അവിടെ ഈ ഭൂമി സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അല്ലാഹു റസൂലു അഅലം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഖിയാമത്ത് നാളിൽ, ഈ ഭീകരമായ ഈ ദിവസത്തിൽ, തത്തഹദ്ദസുൽ അർളു വതഖ്ബിറുൽ അർളു ബിമാ അമില അലൈഹ മിൻ ഖൈരിൻ വശർരി. ഭൂമുഖത്ത് വെച്ച് നന്മയോ തിന്മയോ, എന്താ ആളുകൾ ചെയ്ത നന്മയോ ആവട്ടെ തിന്മയാവട്ടെ, ഇതിനെ എല്ലാം സംബന്ധിച്ച് ഭൂമി സംസാരിക്കും. മാത്രമല്ല ഭൂമിയിൽ വെച്ച് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ഭൂമി സാക്ഷി നിൽക്കുകയും ചെയ്യും. ഒരു ഹദീസിലുണ്ട്, തഹഫളു മിനൽ അർളി വഅന്നഹു ലൈസ ഫി അഹദുൻ ആമിലുൻ അലൈഹ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറത്തുൻ ബിഹി. ഭൂമിയിൽ വെച്ച് എന്ത് കാര്യം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഭൂമി പറയും. നന്മയാവട്ടെ തിന്മയാവട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഭൂമി അത് ഖിയാമത്ത് നാളിൽ പറയും. അപ്പൊ എങ്ങനെ ഭൂമി സംസാരിക്കുന്നതും ഇതൊക്കെ ബിഅന്ന റബ്ബക ഔഹാലഹ, ബിഅന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്. നബിയോട് അള്ളാഹു പറയാണ്, നിങ്ങളുടെ രക്ഷിതാവ്. ഔഹാലഹ, അതിന് ബോധനം നൽകിയിട്ടുണ്ട്, അതിനോട് കൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് ഭൂമി പറയുന്നത്. 6-ാമത്തെ ആയത്ത്, യൗമഇദിൻ യസ്റുന്നാസു അഷ്താത്തൻ ലിയുറവ അഅമാലഹും. യൗമഇദിൻ, അന്നേ ദിവസം, യസ്റുന്നാസു, ജനങ്ങളെല്ലാം പുറപ്പെട്ടു പോകും, അഷ്താത്തൻ, ചെറു സംഘങ്ങളായിട്ട്. എന്തിന്? ലിയുറവ അഅമാലഹും, അവർക്ക് കാണിക്കപ്പെടാൻ വേണ്ടി, അഅമാലഹും, അവരുടെ
അമലുകളെയും അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും അവർക്ക് കാണിക്കപ്പെടുവാൻ വേണ്ടി അവർ ചെറു സംഘങ്ങളായിട്ട് പോകും. യൗമൈദീൻ യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൗ അഅ്മാലഹും. അവിടെ വെച്ചിട്ട് ഓരോരുത്തരും ചെയ്ത കാര്യങ്ങളെല്ലാം അവർക്ക് അനുഭവപ്പെടും. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദ. എല്ലാ കാര്യങ്ങളും ഖിയാമത്ത് നാളിൽ അവിടെ വെച്ച് കാണും. ഒരു ഖൈറ് ചെയ്തിട്ടുണ്ടോ അത് അവന് അനുഭവപ്പെടും, ഒരു ഷർറ് ചെയ്തിട്ടുണ്ടോ ആ ഷർറ് അവന് അനുഭവപ്പെടും. ഇതിൽ നിന്ന് ഒരാളും ഒഴിവില്ല. അപ്പൊ ഫമൻ യഅമൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ മിസ്കാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം ഹൈറിനെ പ്രവർത്തിച്ചാൽ നന്മയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അത് വളരെ കുറവേ ചെയ്തിട്ടുള്ളൂ. ഒരു അണുമണി തൂക്കം എന്ന് പറഞ്ഞാൽ എത്ര കണ്ടുണ്ടാവും? വളരെ കുറവാണ് കാഴ്ചക്ക്. യറഹു, അതിനവൻ കാണും, അത് അവൻ അനുഭവപ്പെടും എന്നർത്ഥം. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ തോതിലുള്ള ഒരു നന്മയാണ് ഒരാൾ ചെയ്തെങ്കിൽ അതും അവിടെ കാണും. വമയ്യാമൽ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ മിസ്കാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം ഷർറൻ, തിന്മയെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ യറഹു, അതിനെയും അവൻ അവിടെ വെച്ച് കാണും. ഇത് സുന്നത്തുമാണ്. അല്ല, വമയ്യാമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ യറ, ഒരു അണുമണി തൂക്കം തിന്മ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഷർറിനെ പ്രവർത്തിച്ചാൽ, തിന്മയെ പ്രവർത്തിച്ചാൽ യറഹു, അതിനെ അവൻ അവിടെ കാണും. ഇങ്ങനെ 8 ആയത്തുകളാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സൂറത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്ന് വിനയത്തോടു കൂടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.